ഇനി എന്താ മാലതിയുടെ വീട്ടിൽ നിന്ന് ഉച്ചയും പാടൊന്നും കേൾക്കാതെ? തുടങ്ങാനുള്ള സമയമായല്ലോ. അതൊക്കെ കേൾക്കുമ്പോഴേ ഇടയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നു. നീ എന്താ നോക്കണേ? നിന്റെ എന്തെങ്കിലും കളഞ്ഞു പോയോ അവിടെ? എൻ്റെ ഒന്നും കളഞ്ഞു പോയിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ മോർണിംഗ് ഷോ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നീ അവിടെ ഒന്നും നോക്കിക്കാതെ എനിക്ക് ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ? എനിക്ക് ജോലിക്ക് പോകണോ? കണ്ണീടെ ഒന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിച്ചൂടെ? പ്രിയേനൊന്ന് വിളിച്ചു നോക്കാം. പറയൂ ഗീതേ. ഇന്ന് മാലതിൻ്റെ അവിടുന്ന് ഒച്ചയും ബഹളമൊന്നും കേൾക്കണില്ലല്ലോ. തുടങ്ങേണ്ട സമയമൊക്കെ ആയി. ശരിയാ, ഇതുവരെ തുടങ്ങിയിട്ടില്ല. മനോജേട്ടൻ വിളിക്ക് പോയെന്ന്. ഞാൻ മനോജേട്ടനെ എപ്പോഴേ പറഞ്ഞു വിട്ടു. ഞാൻ ഷോ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അല്ല, വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. രണ്ടും കഴിഞ്ഞു. ഷേ, ഞാൻ മനോജേട്ടനെ വെറുതെ വേഗം ജോലിക്ക് പറഞ്ഞു വിട്ടു. അവിടെ ഷോ തുടങ്ങിയിട്ടുമില്ല. എൻ്റെ സമയം വെറുതെ പോവുക. ഒന്ന് വേഗം തുടങ്ങിയാൽ മതിയായിരുന്നു. സമയം 9 മണിയായി. ഇതുവരെ അവളെ എണീച്ചിട്ടില്ല. ഞാൻ 4 മണിക്ക് എണീച്ചതാ. എന്താ അവൾക്കൊന്ന് നേരത്തെ എണീച്ചാല്? ഇവിടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഫുഡും വേണം. കൊച്ചമ്മ നേരെ എണീച്ച അങ്ങടാ വരിക. എന്നിട്ടൊരു ചോദ്യം, എന്താ ഫുഡ്? ആകെയുള്ള ഒരു മോനാ. കല്യാണം കഴിച്ചതോ ഇതുപോലൊരു ഒരുത്തിയ. ഗീതേ, മീനാക്ഷിനെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടിക്കാൻ. ഷോ, ഇന്ന് മാലതി എണീറ്റാ പൊളിക്കും. അമ്മായിയമ്മ തുടങ്ങി. മരോള് എണീറ്റിട്ടുമില്ല. ഇന്നിവിടെ എന്തൊക്കെയാവും നടക്കുക. ഇതൊക്കെ എൻ്റെ മോനെ പറഞ്ഞാൽ മതി. അവൻ്റെ നട്ടലെന്താ വാഴക്കൂമ്പാണോ? അവനെ അവൾക്കിട്ടിട്ട് പൊട്ടിച്ചൂടെ ഇടയ്ക്ക്? മാലതി, നീ എത്ര സമയമായി കിടന്നുറങ്ങണേ? നിനക്ക് അമ്മേനൊന്ന് സഹായിച്ചൂടെ? പിന്നെ ഞാൻ നിങ്ങളുടെ അമ്മേനെ സഹായിക്കാൻ നടന്നല്ലേ. എന്താ മാലതി, നീ രാവിലെ തന്നെ തുടങ്ങിയോ? നിങ്ങളുടെ അമ്മ ശരിയില്ല. ഞാൻ എന്ത് സഹായിക്കാൻ ചെയ്താലും അപ്പ കുറ്റം കണ്ടു. ഇന്നെന്താ ഫുഡ്? ഒലക്ക പൊഴിഞ്ഞത്. സ്വന്തം കഴിച്ചാ മതി. അല്ലെങ്കിലേ ഇവിടെ വെള്ളത്തിന് ക്ഷാമാണ്. അപ്പോഴാണ് ഓരോരുത്തരുടെ വെള്ളം കളയില്. ഇതേ അഹങ്കാര. ഈ വീട്ടിൽ ഞാൻ എന്ത് ചെയ്താലും അപ്പ കുറ്റം കാണും. ഓ, പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യാറ്? പ്രിയെ, അടി എവിടെ വരെ ആയി? ഗീതേ, അടി ക്ലൈമാക്സിലെത്തിയിട്ടാ. എന്റെ ഗുളിക പാത്രം നിന്റെ ക്ലോസ്. സുരേഷ്, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റു. അച്ഛൻ എന്തിനാ ഈ അമ്മേനെ കല്യാണം കഴിച്ചേ? അവിടെ പഴച്ചു. നീ കല്യാണം കഴിച്ചതാ പ്രശ്നമായത്. അച്ഛൻ കല്യാണം കഴിച്ചോണ്ടല്ലേ ഞാൻ ഉണ്ടായത്. അതുകൊണ്ടല്ലേ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. അപ്പൊ അച്ഛൻ്റെയാണ് പ്രശ്നം. ഒക്കെ സംഭവിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛാ, നമുക്ക് നമ്മളെ അസോസിയേഷന്റെ പ്രസിഡന്റിനെ ഒന്ന് പോയി കണ്ടാലോ? പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും. അത് നല്ലൊരു ഐഡിയ. പ്രസിഡന്റ് ഇപ്പൊ നടക്കാൻ പോയിട്ടുണ്ടാവും. നമുക്കേ അവിടെ പോയി നോക്കാം. പ്രസിഡന്റ്. അല്ല പ്രസിഡന്റ്, ഞങ്ങളെ കുടുംബത്തിലെ ആകെ പ്രശ്ന. അത് നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കേസല്ലേ. അല്ല, ചേട്ടനൊന്ന് ഇടപെടാൻ പറ്റുമോ? ചേട്ടൻ ഞങ്ങളെ അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ? ഞാൻ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. നിങ്ങളുടെ വീട്ടിലെ പ്രസിഡന്റ് ഒന്നല്ല. ചേട്ടൻ ഇടപെട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനും അച്ഛനൊക്കെ നാട് വിടേണ്ട അവസ്ഥയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ റിട്ടയർഡ് SI സുകുമാരൻ സാറിനോടൊന്ന് ഇടപെടാൻ പറയാം. വാ, നമുക്ക് അയാളുടെ വീട്ടിലേക്ക് ഒന്ന് പോവാം. ഇവിടെ നായുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. സുകുമാരൻ നായരെ. എന്താ എല്ലാവരും കൂടെ? നിങ്ങൾക്കറിയാലോ അവരെ വീട്ടിലെ പ്രശ്നങ്ങൾ. നമുക്കൊന്ന് ഇടപെട്ടാലോ? ഞാൻ സർവീസിലായിരുന്നെങ്കിൽ അവരൊക്കെ ഒന്ന് മിരട്ടി നോക്കായിരുന്നു.
ഞാനിപ്പോൾ റിട്ടയർ ആയല്ലേ, പക്ഷെ എന്നാലും നമുക്ക് സംസാരിച്ച് നോക്കാം. ചേട്ടാ ഇതൊക്കെ വേണോ? അതൊന്നും കുഴപ്പമില്ല. മീനാക്ഷിയമ്മേ, ഇത് ശരിയാവില്ല. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റാണ്. നിങ്ങളെ വീട്ടിലെ ഈ അടിപിടിയൊക്കെ ഒന്ന് നിർത്തണം കേട്ടോ. പ്രസിഡന്റിന് അസോസിയേഷന്റെ കുറെ കാര്യങ്ങൾ നോക്കാല്ലേ, അത് നോക്കിയാ പോരെ. നിങ്ങളുടെ അടിപിടി കാരണം നമുക്കൊന്നും ജീവിക്കാൻ പറ്റണ്ടായി. അല്ല ചേട്ടൻ ഇപ്പൊ എസ് ഐ ഒന്നുമല്ലല്ലോ, റിട്ടയർഡ് അല്ലേ? വാസുകുമാരൻ നായരെ, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഞങ്ങൾ പോവാ, നിങ്ങളായി നിങ്ങളെ പാടായി. അല്ല സുരേഷേ, മാലതിയുടെ ഫ്രണ്ടല്ലേ ചന്ദ്രിക, ആ ചന്ദ്രിയോടൊന്ന് സംസാരിക്കാൻ പറയും. ആ അത് ചിലപ്പോൾ ശരിയാവും. പെട്ടെന്ന് നിറച്ച് കല്ല. ഇവർക്ക് ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കിക്കൂടെ? അയ്യോ ചേച്ചിയമ്മയല്ലേ വരുന്നത്, ഇനി ഇവിടെ മൊത്തം കൊളാക്കും. രാമൻ ഇവിടെ ഉണ്ട് തോന്നണു. ആ രാമ, ആ ചേച്ചിയമ്മ ഉള്ളിലേക്ക് വരൂ. എന്റെ രാമ, ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കിച്ചൂടെ? ഇവിടെ മാലതി ഒന്നും ഇല്ലേ? ആ എല്ലാവരും ഇവിടെ ഉണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. ആരാ ഈ ചായ ഉണ്ടാക്കിയത്? ഈ ചായക്കൊരു മധുരവും ഇല്ല. മോളുണ്ടാക്കാറുന്നില്ലേ, എന്നാ ഇതിലേറെ സ്വാദം തയ്യന്നെ. മീനാക്ഷിയുടെ ചായ ഒന്നാം തരം. അല്ല, മരോള് പണിയൊന്നും എടുക്കില്ല അല്ലേ? പിന്നെ മരോളി ഈ വീട്ടിലത്തെ പണിയൊന്നും എടുക്കാറില്ല, ഒക്കെ ഞാൻ തന്നെ എടുക്കാറ്. മരോള് പറയാണ് അമ്മയ്ക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല. മാലതി, നിനക്ക് മാത്രമേ ഈ വീട്ടിൽ സ്നേഹമുള്ളൂ. പോവാണ്, അടുത്ത മാസം വരാം. എനിക്കൊരു 100 രൂപ താ. രാമ, ഞാൻ രാഘവൻ്റെ അടുത്ത് പോവുകയാണ്, അവിടെയും കൂടി ഒന്ന് പോണം. അടുത്ത മാസം വരാട്ടോ. ഇവിടെ കൊളാക്കി, ഇനി രാഘവന്റെ അവിടെ പോയി അവിടെയും കൊളാക്കും. ശരാ, ഇനി അടുത്ത മാസം വരുമല്ലോ. ആ സുരേഷോ, കുറെ നാളായാലോ കണ്ടിട്ട്. കയറി ഇരിക്കേ. ആ ഈ വഴിക്ക് വന്നിട്ടേ കുറെ നാളായി. അല്ല മാലതി എന്ത് പറയുന്നു? എന്ത് പറയാനാ ചേച്ചി, കുടുംബത്തിലാകെ പ്രശ്നമാണ്. മാലതിയും അമ്മയും അവര് തമ്മിൽ യോജിക്കണില്ല, എപ്പോഴും വഴക്കാണ്. ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് ഞാനും അച്ഛനും സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ കുറച്ചൊക്കെ എനിക്കറിയാം, മാലതി പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചി മാലതിയുടെ അടുത്ത ഫ്രണ്ട് അല്ലേ, ചേച്ചിക്ക് ഒന്ന് മാലതിനെ ഉപദേശിച്ചൂടെ? അയ്യോ സുരേഷ്, ഞാൻ എങ്ങനെയാ അവളെ ഉപദേശിക്കുക? അതൊന്നും ശരിയാവില്ല. ആ വേറെ ഒരു വഴിയുണ്ട്. എൻ്റെ 2 ആൻറ്റിമാർ USA നാട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ അവർ അറിയപ്പെടുന്ന അമേരിക്കൻ അമ്മായിസ് എന്നാണ്. ഇന്നത്തെ കുറേ പ്രശ്നങ്ങൾ ആൻറ്റിമാർ USA പുഷ്പം പോലെ സോൾവ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ നല്ല പേരാണ്. ഇത് നമുക്ക് ശരിയാക്കാം. സുരേഷ് ധൈര്യമായിട്ട് പൊക്കോളൂ. അല്ല മാലതി, നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾക്കൊന്ന് ശരിയാക്കണ്ടേ? അതൊന്നും ശരിയാവില്ല ചന്ദ്രിക ചേച്ചി. മീനാക്ഷിയമ്മ ആള് പ്രശ്നക്കാരത്തിയാ. അതൊക്കെ ശരിയാക്കാം. നാളെ എൻ്റെ ആൻറ്റിമാർ US നാട്ടിലേക്ക് എത്തും. നീ അവരെ പോയി കാണും. അല്ല അവരെ പോയി കണ്ടിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തീർക്കാനേ അവർ മിടുക്കരാ. ആ ആണോ?
ആ ഓക്കെ ചേച്ചി, ഞാൻ പോയി കാണാം. ആ അഡ്രസ്സ് ഒന്ന് അയച്ചു തരുമോ? ഞാൻ അവരെ അഡ്രസ്സേ വാട്സപ്പ് ചെയ്ത് തരാം. നീ ഒന്ന് അവരെ പോയി കാണണം. ആരോ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഓ എൻ്റെ ഗ്ലാസ് എവിടെ? ഓ കിട്ടി. ഹലോ, ഹൗ ഡു യു ഡു? അയ്യോ, ഞാൻ ഇവിടെ ഇട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയില്ലേ, കൺട്രി ഗേൾ. ഞാൻ സുഖമാണോന്ന് ചോദിച്ചേ. ഓ അതാണോ? ആ സുഖാണ്. എനിക്ക് ടൈമൊന്നുമില്ല, ചന്ദ്രിക പറഞ്ഞുകൊണ്ട് ശരിയാക്കാം. വരും, മാലതി ഉള്ളിലേക്ക് വരും. മാഡത്തിന്റെ പേര് കുസുമം എന്നല്ലേ? കുസുമൊക്കെ നാട്ടിലെ, അവിടെ ഞങ്ങൾ അമേരിക്കൻ മൈസാണ്. സാധാരണ ഇങ്ങനത്തെ ചീല് കേസൊക്കെ എൻ്റെ സിസ്റ്ററെ കൈകാര്യം ചെയ്യാറ്. പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല. കാര്യങ്ങളൊക്കെ ചന്ദ്രിക പറഞ്ഞിരുന്നു. വീട്ടിലെ അമ്മായിമ്മയായിട്ട് നല്ല അടിയാണല്ലേ? അമ്മായിമ്മ മഹാപ്രശ്നക്കാരത്തിയാ. ഞാൻ അമ്മായിമ്മ യോജിക്കില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അമേരിക്കയിൽ പുഷ്പം പോലെ സോൾവ് ചെയ്തിട്ടുണ്ട്. ആണോ? ഞങ്ങളെ അമേരിക്ക അമ്മായിസാ. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ട അവിടെ ജീവിക്കണേന്ന്? ഇപ്പൊ ഞാൻ പറഞ്ഞ ടെക്നിക്ക് മനസ്സിലായില്ലേ? അതേപോലെ ചെയ്താൽ മതി, എല്ലാം ശരിയാവും. താങ്ക് യു ചേച്ചി. ഇനിയിപ്പോൾ മീനാക്ഷി അമ്മേനെയും കൂടി ഒന്ന് വിളിക്കണം, അവരെയും കൂടി ഒന്ന് ശരിയാക്കട്ടെ. ഹലോ, മീനാക്ഷി അമ്മയല്ലേ? അതെ, മീനാക്ഷി അമ്മയാണ്. ഞാൻ അമ്മായി. ഏതമ്മായി? അമേരിക്കൻ അമ്മായി. അമേരിക്കയിലത്തെ അമ്മായി ആയിക്കോട്ടെ, ഞാൻ എന്താ വേണ്ടത്? ശരി അമ്മായി. ഓ, ഇന്ന് തമ്പുരാട്ടി നാർത്തണീച്ചു. ഇന്ന് കാക്ക മലന്ന് പറക്കും. സുരേഷ് ഏട്ടാ, ഒന്ന് മോളിക്ക് വരൂ. നിങ്ങളുടെ അമ്മ ആരാന്ന വിചാരം? അവർക്കൊന്നും 4 കൊമ്പുണ്ടോ? അവർക്കെന്നെ ശരിക്കും അറിയില്ല. തല തണ്ട് ഇങ്ങോട്ട് നോക്ക്. എന്റെ നാക്ക് ചൂറിഞ്ഞു വന്നതാ. ഞാൻ ഇന്ന് അവരെ ശരിയാക്കും. ഒല്ല പിന്നെ ഫ്രസ്ട്രേഷൻ തരുന്നു. സുരേഷ് ഏട്ടാ, വാ നമുക്ക് താഴത്തേക്ക് വാ. പോവാ. അല്ല സുരേഷ്, മാരുതി ഇന്ന് തിരിച്ചൊന്നും പറയണില്ലല്ലോ. നല്ല സന്തോഷത്തിലാണല്ലോ. എന്തായാലും അമേരിക്കൻ അമ്മായിന്റെ ടെക്നിക്ക് ഏറ്റില്ലേ? ആ, ഏറ്റവും. എന്ത് ടെക്നിക്കപ്പ അവിടെ നടന്നത്? ആ, നല്ല ബെസ്റ്റ് അടിച്ചു വരല്. ആ പൊടിയൊക്കെ ദാ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പറ്റുന്ന പണി ചെയ്താ പോരെ. ഏട്ടാ, ഒന്ന് റൂമിലേക്ക് വരൂ. മരോള ആരാന്നാ വിചാരം?
ഇവിടെ ഡയലോഗൊക്കെ വേറെ വല്ലയിടത്തിലും പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. മീനാക്ഷിനോട് കളിച്ചാലേ മീനാക്ഷി കളി പഠിപ്പിക്കും അവളെ. ഇനി നമുക്ക് താഴത്തേക്ക് പോകാം, വരൂ. ഇതാണ് അമ്മായിൻ്റെ ടെക്നിക്ക്. ഇപ്പോഴാക്കി മനസ്സിലായത്. ഇനി ഞാനും സുരേഷും ജീവിതകാലം മൊത്തം ഇത് അനുഭവിക്കണ്ടേ? കുടുംബത്തിലാകെ പ്രശ്നമാണ്. അമേരിക്കൻ അമ്മായിനൊന്ന് വാട്സാപ്പിൽ വിളിക്കാം. ഹലോ, ഇത് അമേരിക്കൻ അമ്മായി അല്ലേ? ഹലോ, പറയൂ. അമേരിക്കൻ അമ്മായിയാണ്. അമ്മായി, നിങ്ങൾ നാട്ടിൽ ഭയങ്കര ഫേമസ് ആട്ടാ. ആണോ? ഓക്കെ. നിങ്ങളിപ്പോ നാട്ടിലെവിടെയാണ്? അയ്യോ, ഞാൻ നാട്ടിലില്ല, അമേരിക്ക തിരിച്ചു പോന്നു. അയ്യോ, എന്റെ വീട്ടിലും പ്രശ്നമുണ്ട്, അതൊന്ന് തീർക്കാനായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ അസിസ്റ്റൻസ് മാലതിനെയും മീനാക്ഷിയെയും കോൺടാക്ട് ചെയ്തോളൂ. അയ്യോ, അവരെ കൊണ്ട് നടക്കൂ ഇതൊക്കെ? അവരിതൊക്കെ പുഷ്പം പോലെ തീർത്തോളൂ. ഓക്കെ, ശരി, ബൈ. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ. ഹലോ, ആരാത്? അല്ല, ഈ മാലതി മീനാക്ഷി അമ്മ ഇവിടെ ഉണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. അതെ, അമ്മായിമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് സോൾവ് ചെയ്യണമായിരുന്നു. നിങ്ങളോട് എപ്പോഴൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ? സോറി, ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് കൺസൾട്ടേഷൻ ഇല്ല. നാളെ ബുക്ക് ചെയ്തിട്ട് വരൂ കേട്ടോ. ആണോ? എന്നാൽ ശരി, നാളെ വരാം. നാളെ ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ശരി. സുരേഷേ, ഇപ്പോഴും അവർ നമ്മളെ റൂമിലേക്ക് പിടിച്ചോണ്ട് പോയിട്ട് ടോർച്ചർ ചെയ്യണം. എന്നിട്ട് അവർ പുറമെ കാശും ഉണ്ടാക്കണം. അച്ഛാ, നമ്മുടെ കാര്യം ഗോവിന്ദ. എന്നാലും അമേരിക്കൻ അമ്മായി നമുക്ക് ഇട്ടാ പണിഞ്ഞ്. മീനാക്ഷമ്മയുടെ അവിടുന്ന് ഒച്ചയില്ല, ബഹളമില്ല. അവരൊക്കെ നന്നായി. മുന്നേ എന്ത് രസമായിരുന്നു. അതുമല്ല, അവരെ കാണാൻ എത്ര ആൾക്കാരാണ് അവിടെ വരുന്നത്. അവർ ധാരാളം കാശും ഉണ്ടാക്കുന്നുണ്ട്.